നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മളിൽ നിന്നും അടുത്ത് വിട പറഞ്ഞ ഡാനിയേൽ കളിച്ച മറ്റൊരു ജീനിയസ് ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഡാനിയേലിൻ്റെ ബ്രില്യൻ ഗെയിംസിൻ്റെ ലിസ്റ്റിൽ ഒരുപാട് നല്ല ഗെയിംസ് ഉണ്ട്. അതിൽ ഏത് ഗെയിമാണ് കൂടുതൽ മനോഹരം എന്ന് മനസ്സിലാക്കാൻ തന്നെ പാടാണ്. ഈ ഗെയിം കളിച്ചിരിക്കുന്ന chess.comലാണ്. വൈറ്റ് കളിക്കുന്ന പെൻഗ്വിൻ ജെയിം എന്ന് പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറാണ്. ബ്ലാക്ക് കളിക്കുന്ന ഡാനിയലാണ്. ഇവിടെ പെൻഗ്വിൻ ജെയിം വൈറ്റ് കളിക്കുന്നത് പോൺ D4 വെച്ചിട്ടാണ്. ഡാനിയൽ നൈറ്റ് F6 വെച്ച് കളി തുടങ്ങുന്നു. C4 G6, അപ്പോൾ കിങ്സ് ഇന്ത്യൻ ഡിഫൻസ് ആണ്. നൈറ്റ് C3, ബിഷപ്പ് G7, പോൺ E4 കളിച്ച് വൈറ്റ് സെൻറ്റർ ഇവിടെ ഒക്യുപ്പൈ ചെയ്യുകയാണ്. പോൺ D6 കളിച്ചിട്ട് E5 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യാണ് ഡാനിയൽ. നൈറ്റ് E2, കാസിൽ ചെയ്യുന്നു. F3 കളിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ നൈറ്റ് G4 തടയാൻ വേണ്ടിയാണ്. മാത്രമല്ല ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നൈറ്റ് G4 എന്നുള്ള അന്നോയിങ് മൂവ് ഉണ്ട്, അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ് F3 കളിക്കുന്നത് വൈറ്റ്. പോൺ C6 കളിക്കുന്നു. ബിഷപ്പ് E3, അപ്പോൾ പതുക്കെ ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്യാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. A6 കളിച്ചിട്ട് ഇനി B5 ഒക്കെ ഇവിടെ പ്ലാനാണ് ഇവിടെ ഡാനിയൽ പ്ലാൻ ചെയ്യുന്നത്. ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ സൈഡിലേക്ക് കംപ്ലീറ്റ് അറ്റാക്ക് കൊടുക്കുക. ഇതാണ് ഡാനിയലിൻ്റെ ഐഡിയ. C5 കളിച്ച് പൊസിഷൻ ഓപ്പൺ അപ്പ് ആക്കാൻ നോക്കുകയാണ് വൈറ്റ്. B5 കളിക്കുന്നു. അപ്പോൾ എന്തായാലും തൻ്റെ പ്ലാൻ പോലെ ക്വീൻ സൈഡിലേക്കുള്ള ലൈൻസ് ഇവിടെ തുറന്നു തുടങ്ങി. പോൺ വെച്ച് പോണിനെ വെട്ടി. ഇനിയിപ്പോൾ ക്വീൻ വെച്ച് വെട്ടാം, പോൺ വെച്ച് വെട്ടാം. ഡാനിയൽ പോൺ വെച്ചിട്ടാണ് വെട്ടുന്നത്. റൂക്കിനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയുള്ള ഫയലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ക്വീൻ D2, അപ്പോൾ ഇനി ക്വീൻ സൈഡ് കാസ്ലിംഗ് ആണ് ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം. റൂക്കിനെ ആ ഒരു ബ്യൂട്ടിഫുൾ ഫയലിലോട്ട് കൊണ്ടുവരുന്നു. H4, അപ്പോൾ നേരിട്ട് ക്വീൻ സൈഡ് കാസ്ലിംഗ് പോണതിന് മുന്നേ H4 H5 കളിച്ചിട്ട് ഡാനിയലിൻ്റെ കിങ് സൈഡ് തകർക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഡാനിയൽ കളിക്കുവാണ്. H5 കളിച്ചിട്ട് മുന്നോട്ടുള്ള ആ പോൺ ബുഷുകളെല്ലാം തടയുവാണ്. ഇപ്പോൾ തൽക്കാലമുള്ള അറ്റാക്ക് തൽക്കാലം ന്യൂട്രലൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഡാനിയൽ. എന്തായാലും ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്തു. വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് ക്യാൻസലിംഗ് ആണ്. വളരെ നല്ല അറ്റാക്ക് ഇരുവർക്കും ഉണ്ട്. പക്ഷെ ഡാനിയൽ പെട്ടെന്ന് ഇവിടെ സ്ക്രൂസ് മുറുക്കുവാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ക്വീൻ A5ലോട്ട് കൊണ്ടുവന്ന് ആ ഒരു ബിഷപ്പിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ക്വീൻ സൈഡിലേക്ക് അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാമത് B5 ഉണ്ട്, ആ ക്യൂനുണ്ട്. ഈ ബിഷപ്പും വളരെയധികം ആക്റ്റീവ് ആവും അധികം വൈകാതെ. എതിരാളി എന്ത് ചെയ്യുന്നു? എതിരാളി A3 കളിച്ചു. കാരണം B4 എന്നുള്ള മൂവ് ഉള്ളതുകൊണ്ടാണ് A3 കളിച്ചൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇവിടെ എന്തായാലും B4 കളിക്കുന്നു. ഇപ്പം നൈറ്റിലോട്ടും ആ പോണിലേക്കും അറ്റാക്കാണ്. എന്താണ് ചെയ്യുന്നത്? നൈറ്റ് A2ലേക്ക് പോയിട്ട് ആ പോണിനെ ചലഞ്ച് ചെയ്യുകയാണ് ഇവിടെ വൈറ്റ്. ഇവിടെ പോൺ വെച്ച് പോണിനെ വെട്ടിയാൽ ജസ്റ്റ് ക്യൂൻ പോകുമല്ലോ, അതുകൊണ്ട് പോൺ വെച്ച് പോണിനെ വെട്ടുന്നില്ല. പകരം എന്താണ് കളിക്കുന്നത്? പോൺ C5 കളിച്ച് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് ഡാനിയൽ. കിങ് B1 പോകുന്നു. ബിഷപ്പ് E6 കളിച്ചിട്ട് ആ ഒരു കീ ഡിഫൻഡർ ആയിട്ടുള്ള ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ D5 കളിച്ച് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ നോക്കുകയാണ് ഡാനിയലിൻ്റെ എതിരാളി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ആദ്യത്തെ അവസരമാണ്. നിങ്ങളാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ എന്ത് മൂവ് കളിക്കും? ഒരു പക്ഷേ ബിഷപ്പിനെ D7ലോട്ടോ അതെയോ തിരിച്ച് ബിഷപ്പിനെ C8ലോട്ട് കൊണ്ടുപോകും. നിങ്ങളാണെങ്കിൽ എന്ത് മൂവാണ് കളിക്കാൻ പോവുക? ഡാനിയൽ കളിച്ച ബ്രില്യൻ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നൈറ്റ് ടേക്സ് D5. ഒരു നൈറ്റിനെ അവിടെ കൊടുത്തു. എന്താണ് ഉദ്ദേശം? ഈ ബിഷപ്പിൻ്റെ ലൈൻസ് ഓപ്പൺ അപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയെടുത്തു. ഇവിടെ മറ്റേ ബിഷപ്പ് ഇവിടെ ആക്റ്റീവായി. ഇപ്പോൾ F5ലുള്ള ബിഷപ്പും G7ലുള്ള ബിഷപ്പും രണ്ടും ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ ഈ ചെക്കിനെതിരെ ഇപ്പോൾ എന്താ ചെയ്യുക? കിങ് A1ലോട്ട് പോകുന്നു കളിയിൽ. ഇവിടെ വീണ്ടും വീഡിയോ പോസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇവിടെ ഒരുപാട് ബ്രില്യൻ മൂവ്സ് ഉണ്ട് ഈ ഒരു ഗെയിമിൽ. എവിടെയൊക്കെ പോസ് ചെയ്യണം നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക പൊസിഷനിൽ ഇവിടെ പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പൊസിഷനിൽ വീണ്ടും നിങ്ങൾക്കാണ് ബ്ലാക്ക് പീസുകൾ കളിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ കളി മുന്നോട്ട് പോകും? ഒരുപാട് നല്ല രീതിയിൽ ഈ ഗെയിം ഫിനിഷ് ചെയ്യാം, പക്ഷേ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഡാനിയൽ കളി മുന്നോട്ട് പോകുന്നത്. ഡാനിയൽ കളിക്കുന്നത് പോൺ ടേക്സ് പോൺ. ഇവിടെ ക്വീനിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്തു. ആദ്യം നൈറ്റിനെ വെച്ച് കൊടുത്തു. അവിടുത്തെ ഒരു പോണിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തപ്പോൾ ബിഷപ്പ് ഓപ്പൺ അപ്പ് ആയി. ഇപ്പോൾ ഇവിടെ ക്വീനും വെച്ച് കൊടുക്കുന്നു. എന്താണ് ഐഡിയ? എങ്ങാനും ക്വീനിനെ വെട്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവിൽ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ വേറെ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ മൂവിന് ശേഷം ക്വീനിനെ എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക്മേറ്റിലോട്ട് പോകും. അതുകൊണ്ട് ഗെയിമിൽ കളിക്കുന്നത് നൈറ്റിനെ ഇവിടെ C3ലോട്ട് കൊണ്ടുവരികയാണ്. നൈറ്റ് ഈനെ C3ലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എങ്ങനെ കളി മുന്നോട്ട് പോകും? വീണ്ടും ഞാൻ വീഡിയോ പോസ് ചെയ്യാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ബ്രില്യൻ മൂവ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ ഡാനിയൽ കളിക്കുകയാണ്. റൂക്ക് ടേക്സ് E3, മറ്റൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്. വീണ്ടും ആ ഒരു പവർഫുൾ ബിഷപ്പിനോട് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് H6 പ്ലാൻസ് ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂക്ക് ടേക്സ് ബിഷപ്പ് കളിക്കുകയാണ്. കൂടുതൽ ഡിഫൻഡേഴ്സിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്.
ക്വീൻ വെച്ചിട്ട് വെട്ടി. ഇതിൻ്റെ ഐഡിയ എന്താണ്? ഇനിയാണ് പോൺ വെച്ച് പോണിനെ വെട്ടുന്നത്. കാരണം ആ ക്വീനിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ. ആ ഒരു ഡി ഫയലിൽ നിന്ന് മാറ്റി D2ലിരിക്കുന്ന പോണിനെ അവിടെയുള്ള ഈ ഒരു അറ്റാക്ക് ന്യൂട്രലൈസ് ചെയ്യുന്ന ഈ ക്വീനിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ റൂക്ക് സാക്രിഫൈസ് ചെയ്തത്. റൂക്കിനെ എടുത്തു കഴിയുമ്പോൾ പോൺ വെച്ച് വെട്ടി ചെക്കാണ്. ഇനിയിപ്പോൾ എന്താണ് നടക്കുന്നത്? കിങ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. ഇനി നൈറ്റ് D7 വരുന്നു. ഇതിൻ്റെ ഐഡിയ റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരാനാണ്. ബിഷപ്പ് D3 വന്നിട്ട് ആ ബിഷപ്പിനെ ചലഞ്ച് ചെയ്യുവാണ് വൈറ്റ്. പക്ഷെ ഓൾറെഡി ഭയങ്കര ലേറ്റായി. ബ്ലാക്കിന് നല്ല ക്രഷിങ് അറ്റാക്ക് ഉണ്ട്. റൂക്ക് B8 ചെക്കാണ്. കിങ് മാറുമ്പോൾ നൈറ്റ് E5. അപ്പോൾ ഓൾറെഡി ഭയങ്കര പ്രഷറാണ്. നൈറ്റ് സെൻറ്ററിലോട്ട് വന്നു. ആ ബിഷപ്പിലേക്ക് ഓവർ ബേർഡൻ ആണ്. എന്താ ഇപ്പോൾ ഇവിടെ വൈറ്റ് ചെയ്യാൻ പറ്റുക? വൈറ്റിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ മോറൽലെസ് ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവിടെ കളിക്കുക. കാരണം കിങ്ങും വളരെ എക്സ്പോസ് ആയല്ലോ. ബിഷപ്പ് വെച്ചിട്ട് വെട്ടിയെടുക്കുന്നു. ഓക്കെ, ഇപ്പം നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഈ ബിഷപ്പിനെ അങ്ങ് ചാടി കയറി എടുക്കുമല്ലേ. പക്ഷെ ഡാനിയലിന് ബ്രില്യൻ മൂവ്സ് കളിച്ച് മതിയായില്ല. ഡാനിയൽ കൂടുതൽ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗെയിം. ഡാനിയൽ കളിക്കുവാണ് റൂക്ക് ടു B2 ചെക്ക്. മറ്റൊരു ജീനിയസ് ചെസ് മൂവ്. ഇതിൻ്റെ ഐഡിയ ഒരിക്കൽ കൂടെ, എങ്ങാനും കിങ് വെച്ച് റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്കിൽ ഇവിടെ ക്വീൻ നേടിയിട്ട് ഡാനിയൽ ഇമ്മീഡിയറ്റ്ലി ജയിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് വീണ്ടും റൂക്ക് B2 ചെക്കിലും റൂക്കിനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കിങ് C1 പോകുന്നത്. ഇനി ക്വീനിനെ A3 കളിക്കുന്നു. ഇത് കളിച്ചതോടെ തന്നെ എതിരാളി റിസൈൻ ചെയ്തു. കാരണം ഒരുപാട് ഡിസ്കവേർഡ് ചെക്കുകളും സൂപ്പർ അറ്റാക്കും ഇവിടെ ഡാനിയലിനുണ്ട്. ഇനി കളി മുന്നോട്ട് പോയിരുന്നെങ്കിൽ തന്നെ എങ്ങനെ പോകുമെന്ന് നോക്കാം. റൂക്ക് D2 വന്നിട്ട് ഒരു പക്ഷേ ഈ ഒരു അറ്റാക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ റൂക്ക് D2 കളിച്ചു വന്നിരിക്കുക. ഇവിടെ ജസ്റ്റ് റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടി ക്യൂൻ വെച്ചിട്ടൊരു ചെക്കാണ്. ഇനിയിപ്പോൾ എവിടെയാണ് പോവുക? കിങ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് റാങ്കിലോട്ട് പോവും. ഇവിടെ റൂക്ക് ഇവിടെ A1 വന്ന് ചെക്ക് കൊടുക്കും. കിങ് മാറിക്കഴിയുമ്പോൾ ആ റൂക്കും അവിടെ പോവും. റൂക്കിനെ നേടുന്നതാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കളിക്കാനില്ല. ബിഷപ്പും അറ്റാക്ക്ഡാണ്. ഈ ബിഷപ്പിനെ എങ്ങനെ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലോ ഇങ്ങനെ ഒരു ഫോർക്ക് വരികയും ചെയ്യും. റൂക്കിനും ക്വീനും ഒരേ സമയം അറ്റാക്കാണ്. അപ്പോൾ കൂടുതലൊന്നും കാണേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അപ്പം അതുകൊണ്ട് എതിരാളി ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. എത്രത്തോളം ബ്രില്യൻ ഗെയിംസാണ് നമ്മൾ ഡാനിയൽ കളിച്ചിരിക്കുന്നത്. ഓരോ ഗെയിംസ് കാണുമ്പോൾ ഇതാണ് ഏറ്റവും ബ്രില്യൻ ഗെയിം എന്ന് തോന്നും. പക്ഷെ കൂടുതൽ ഗെയിംസ് എടുക്കുമ്പോൾ കൂടുതൽ ബ്രില്യൻ മൂവ്സ് അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഭയങ്കര വിഷമം തോന്നുന്നൊരവസ്ഥയാണ്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെസ് പ്ലെയർ നമ്മളിൽ നിന്ന് വിട്ടുപോയത്. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്.